ഹായ് ഗേസ്, ഇന്ന് ഫ്രൈഡ് റൈസ് ആക്കാന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് അറിയാമോ, ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നി ഫ്രൈഡ് റൈസ് തന്നെ ആയിരിക്കുന്നു. കാരണം പിന്നെ ചിക്കൻ കറിയും കൂടെ മാത്രം വെച്ചാൽ മതിയല്ലോ, പിന്നെ സാലഡും കൂടെ ആയിക്കഴിഞ്ഞാൽ ഉച്ചയോട് റെഡി. അതുകൊണ്ട് പിന്നെ ഒട്ടും താമസിച്ചില്ല. അരി വെള്ളത്തിലിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് ആ സമയം കൊണ്ട് തന്നെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അരിയിട്ട് തണ്ടായി തിളച്ചുകൊണ്ടേയിരിക്കുന്നു. ഫ്രൈഡ് റൈസിന്റെ പ്രത്യേകത നമ്മൾ അരി ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ, അരി വെന്ത് പോകും. ടെൻഷനാണ്. അപ്പോൾ വെന്തുകൊണ്ടിരിക്കുന്ന അരി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി. ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, സോള ഇതെല്ലാം കൂടെ അരിഞ്ഞ് പാകമാക്കി വെച്ചിട്ടുണ്ട്. അരി വെന്ത് ഒരു പരുവമായി കോരി മാറ്റി വെച്ചു. അതിനുശേഷം നല്ല നമുക്ക് വേണ്ടുന്ന കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഒക്കെ മൂപ്പിച്ച് വെച്ചു. അതിനുശേഷം നല്ല വഴട്ടാനായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട് വഴറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് വഴണ്ട് വന്നതിന് ശേഷം വേണം നമ്മുടെ അരി വെന്ത് ചോറ് നമ്മുടെ അതിനകത്തേക്ക് തട്ടിയിട്ട് ഇളക്കിയെടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് അതിലേക്ക് തട്ടിയിടുക. ശേഷം നന്നായി ഇളക്കുക. രുചികരവും മനോഹരവുമായ ഫ്രൈഡ് റൈസ് റെഡി. ഓക്കെ.